പിന്നെ ഈ മോൻ്റെ കാര്യം അല്പം സിക്കാണ് എന്നുള്ളതാണ് ഉള്ളത്. അപ്പോൾ വെന്റിലേറ്റഡ് ആണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണം എന്നുള്ളത് അവരാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. റിസൾട്ട് നമ്മൾ അയച്ച സാമ്പിൾ അവിടെ എത്തിയിട്ടുണ്ട്. അവർ ടെസ്റ്റിലിട്ടാലും 5-6 മണിക്കൂർ എടുക്കും. അപ്പോൾ എന്നാലും ഒരു രാത്രി വൈകും. പിന്നെ രണ്ടാമത് ഇന്ന് പക്ഷേ ആ സാമ്പിള് കുറച്ച് ദിവസം മുൻപ് എടുത്തതായതുകൊണ്ട് ഒരു പുതിയ സാമ്പിൾ കൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആ സാമ്പിളാണ് നമ്മൾ ഇന്ന് അയച്ചത്. അത് രാത്രി അവിടെ എത്തിച്ചേരും. രാത്രിയോ പുലർച്ചെയോ എത്തും. അപ്പോൾ അതിനുശേഷം ഒരു നാളെ ഉച്ചയ്ക്ക് മുൻപോ അല്ലെ ആ രീതിയിൽ ഒരു 5-6 മണിക്കൂറാണ് നമ്മളിത് ടെസ്റ്റ് ചെയ്യേണ്ടത്, PCR ടെസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് ഉണ്ടാവുക. പിന്നെ ഈ റിസൾട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള ഇപ്പോൾ ടെസ്റ്റിംഗ് സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നു. ട്രൂനാറ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ NIV പൂനെയിൽ നിന്നൊരു മൊബൈൽ ലാബ് നൽകാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ കോഴിക്കോട് മൊബൈൽ ലാബ് വന്നിരുന്നു. അപ്പോൾ ആ രീതിയിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുബന്ധമായിട്ട് ക്രമീകരിക്കുന്നു. ഇതിൽ ആ രീതിയിൽ തീവ്രമായ സിംറ്റം ഇല്ല. എന്നാൽ ഒരാൾ പനിയായി വന്ന ഒരാൾക്ക് വൈറൽ ഫീവർ എന്നുള്ളത് കൺഫേം ചെയ്തു. എന്നിരുന്നാൽ പോലും സാമ്പിൾ എടുത്തിട്ടുണ്ട്. അതിൽ വളരെ പ്രാഥമികമായിട്ടുള്ള വിവരമാണുള്ളത്. അവിടെ ആ പ്രദേശത്ത് കൂട്ടുകാർക്കൊപ്പം പോയപ്പോൾ വീട്ടുകാരിൽ നിന്ന് ലഭിച്ചൊരു വിവരമാണ് DSO ഇവിടെ പ്രസൻറ്റ് ചെയ്തത്. ഇന്ന് കുറച്ചുകൂടി ആധികാരികമായിട്ടുള്ള ഇപ്പോൾ നമ്മുടെ ഫീൽഡിൽ ആളുകളുണ്ട്. അപ്പോൾ അവരിൽ നിന്നുള്ളൊരു വിവരം കൂടി കുറച്ച് കഴിഞ്ഞ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഈ സാധാരണ വൈറസ് വവ്വാലുകളാണ് അതിൻ്റെ സോഴ്സ്. അപ്പോൾ വവ്വാലുകൾ കഴിച്ച പഴവർഗ്ഗങ്ങൾ, അവയുടെ ബാക്കി അല്ലെങ്കിൽ അവയുടെ ഏതെങ്കിലും തരത്തിലുള്ള അവയുടെ വായിൽ നിന്നൊക്കെ വരുന്ന സ്രവങ്ങൾ നമ്മുടെ ഈ പഴങ്ങളിലൊക്കെ പറ്റിപ്പിടിച്ചിരുന്നാൽ ആ സമയത്ത് അത് എടുക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അത് വരാനുള്ള വൈറസ് നമ്മിലേക്ക് പകരാനുള്ള വൈറസ് ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിലൊരു സ്ഥിരീകരണമായിട്ട് പറയുന്നതാവും നല്ലത്. വീട്ടുകാരും അവരുമായിട്ട് കൂടി ഈ ഒരു സംസാരിച്ച് ഇപ്പോഴും അത് NIVയുടേത് നെഗറ്റീവ് ആകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. NIVയുടെ റിസൾട്ട് നെഗറ്റീവ് ആകട്ടെ എന്നാഗ്രഹിക്കുന്നു. അപ്പോൾ എന്നാലും നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുള്ള എല്ലാ നടപടികളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ ഈ മോൻ അവന് പനിയായതിനു ശേഷം അവിടെ ഒരു ഡോക്ടറെ അടുത്ത് പോയിരുന്നു. അതിനുശേഷം ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി, OPയിൽ പോയി. പിന്നെ അവിടെ IPയിൽ പോയിരുന്നു. പിന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ IPയിലുണ്ടായിരുന്നു. അവിടെ നിന്നാണ് കോഴിക്കോടേക്ക് വന്നത്. സ്വാഭാവികമായിട്ടും ഈ ദിവസങ്ങളിലൊക്കെ കോണ്ടാക്റ്റിൽ വന്നവരൊക്കെ തന്നെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവരാണ്. അതിൽ തന്നെ വളരെ ക്ലോസ് കോണ്ടാക്ട്, ഹൈ റിസ്ക് കോണ്ടാക്ട്സിനെയാണ്, ഹൈ റിസ്ക് കോണ്ടാക്ട്സും അല്ലാത്തവയും നമ്മൾ ട്രേസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഐസൊലേഷനിലാകണം എന്നുള്ളതാണ്. അപ്പോൾ അത് സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഫീൽഡിലുള്ള ആളുകൾ, നമ്മുടെ ഹെൽത്ത് സെൻറ്റേഴ്സിലെ ആ പ്രദേശവുമായി ഈ ഒക്കെ പരിചയമുള്ള ആളുകൾ ഈ കുഞ്ഞുങ്ങളുടെ ഈ മോൻ്റെയും ഉൾപ്പെടെ അവൻ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് നോക്കുന്നുണ്ട്. നമ്മൾ ആശങ്കപ്പെടേണ്ട. അത് നെഗറ്റീവ് ആകട്ടെ, അവൻ ജീവിതത്തിൽ ആരോഗ്യത്തോടെ വരട്ടെ എന്നാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. അങ്ങനെയാവട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നാളെ നമുക്കുള്ള ഒരു ഗുണം സൺഡേ ആണ്. സ്കൂളും ഓഫീസും ഇല്ല. പിന്നെയുള്ളത് ചില വിവാഹങ്ങൾ ഉണ്ടാകാം സ്വാഭാവികമായിട്ട്. ഇപ്പം നമുക്കങ്ങനെ ഒരു കൺഫർമേഷൻ യഥാർത്ഥത്തിൽ വരേണ്ടതായിട്ടുണ്ട്. രാത്രി വൈകിയാണെങ്കിലും എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് രാത്രി വൈകിയാണെങ്കിലും അത് എങ്ങനെയെന്നോ കളക്ടറും ACSഉം നമ്മളെല്ലാവരും കൂടി ഒന്ന് ആലോചിച്ച് എന്ത് ചെയ്യണം എന്നുള്ളത്, അതിനൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടാണ് അതിന് തീരുമാനമെടുക്കുക. ഇല്ല, ഇപ്പം നിലവിലില്ല. 2-3 പേര്, അതായത് ഈ ടീമുമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ തവണ കോഴിക്കോട് വന്നപ്പോഴും ഇവിടെ നിന്നുള്ള കുറേ പേര്, ഇപ്പോൾ DPM ഉണ്ടായിരുന്നില്ലേ, DPM ഉണ്ടായിരുന്നു, DMO ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് കുറേ ഡോക്ടേഴ്സിനെയും ആരോഗ്യ പ്രവർത്തകരെ അതിൻ്റെ ഭാഗമാക്കി ട്രെയിൻ ചെയ്തിരുന്നു. ഇവിടെ നിന്ന് മാത്രമല്ല, നമ്മുടെ ഈ ഒരു ബെൽറ്റ്, വയനാട് നിന്ന്, അതായത് ആൻറ്റിബോഡീസ് കണ്ടെത്തിയിട്ടുള്ള
സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആളുകൾ വന്ന് നമ്മളിതിൻ്റെ ഭാഗമാകുന്നു, ഇങ്ങനെയാണ് ഒരു സിസ്റ്റം പ്രവർത്തിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഭാഗമാകുന്നത്. അങ്ങനെ നമ്മളെ കോഴിക്കോടിലെ കഴിഞ്ഞ തവണത്തെ ഔട്ട്ബ്രേക്കിൽ ഇവരെല്ലാവരും ഭാഗമായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള 2-3 പേര് 3-4 പേര് ഈ ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കും. അത് തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രവർത്തനത്തെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല, അതെല്ലാം നമുക്ക് ഈ ഒരു ഇത് പോസിറ്റീവായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിലേക്കൊക്കെ പോകേണ്ടതായിട്ട് എന്തോ യെസ് അതിലേക്ക് പോകേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മൾ കോഴിക്കോട് കഴിഞ്ഞ തവണ ചെയ്തത് ജില്ല മുഴുവനല്ല, അതിലൊരു സയൻറ്റിഫിക് ആയിട്ടാണ് ചെയ്തത്. 3 കിലോമീറ്റർ റേഡിയസ് എന്നുള്ളതിൽ ഒരു നാഷണൽ പ്രോട്ടോക്കോൾ ഉണ്ട്, അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തത്. പക്ഷേ നമുക്ക് ഹൗസ് ടു ഹൗസ് ഇപ്പോൾ ഈ ഇന്നത്തെ മീറ്റിങ്ങിൽ പറഞ്ഞത് ഇപ്പോൾ വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റ്, ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു ഈ മീറ്റിങ്ങിൽ. അസ്വാഭാവികമായിട്ട് ഏതെങ്കിലും ജന്തുക്കൾ, മൃഗങ്ങൾ ചത്തു വീഴുകയോ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഈ പ്രദേശത്ത് മനുഷ്യർക്ക് അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇപ്പോൾ പനിമരണം എന്ന് നമ്മൾ പറഞ്ഞാലും അസ്വാഭാവികമായിട്ടുള്ള ഡെത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കണം. അതുകൊണ്ട് ഈ ഭാഗത്തൊരു ഫീവർ സർവൈലൻസ് ഉണ്ടാകും, ഹൗസ് ടു ഹൗസ് സർവേ ഉണ്ടാകും.